ഓം അസതോ മാ സർഗമയ തമസോ മാ ജ്യോതിർഗമയ മൃത്യോർമാ അമൃതം ഗമയ. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം സഹനാ ഭവതു സഹനൗ ഭുനക്തു സഹ വീര്യം കരവാവഹൈ തേജസ്വിനാവതീതമസ്തു മാ വിദ്വിഷാവഹൈ. ഓം ശാന്തി ശാന്തി ശാന്തി. മനോജ് മ്യൂട്ടാണ്. മനോജ്. അപ്പൊ എല്ലാവർക്കും നമസ്കാരം, ഒരിക്കൽ കൂടി നമസ്കാരം. ഈ സത്സംഗത്തിലേക്ക് ഇവിടെ പങ്കെടുക്കാനായിട്ട് കേരളത്തിലെയും നിന്നും പല വ്യക്തികളും ഇവിടെ പങ്കെടുക്കാനായിട്ട് ഈ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ട് ഈ TVSRC ഓസ്ട്രേലിയ എന്നുള്ള ഈ ഒരു കൂട്ടായ്മയെ കുറിച്ച് രണ്ട് വാക്ക് പറയാം. നമ്മള് ഇതൊരു ഇപ്പോഴും ഒരു ശൈശവാവസ്ഥയിലുള്ള ഒരു കൂട്ടായ്മയാണ്. വളരെ ഈ വൈശാഖ മാസമായ ഈ ആചരണം ആയിട്ടുള്ള ഈ പരിപാടിയാണ് ആദ്യമായിട്ട് നമ്മൾ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടി. അപ്പോ പുതിയ മെമ്പേഴ്സൊക്കെ ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിന്റെ പരിപാടികളായിട്ട് ബന്ധപ്പെട്ട് പലരെയും നമ്മൾ ബന്ധപ്പെടാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. മെമ്പേഴ്സ് ആയി വരുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളുടെ ഇതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് നമ്മള് TVSRC എന്നുള്ള മാതൃകാ സംഘടനയുടെ പരിപാടികൾ ഇവിടുത്തെ ആൾക്കാർക്ക് കൂടെ പ്രയോജനകരമാവുന്ന രീതിയിൽ നമ്മൾ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് നമ്മളുടെ ഒരു ശ്രമം. അപ്പൊ അതിന് മാക്സിമം എല്ലാവരുടെയും സഹകരണങ്ങളും സഹായങ്ങളും ഒക്കെ പ്രതീക്ഷിക്കുന്നു. ഇവിടുത്തെ ഒരു ഈ ഓസ്ട്രേലിയയിലുള്ള ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മളുടെ TVSRC ആയിക്കോട്ടെ, അല്ലെങ്കിൽ മറ്റുള്ള പോഷക സംഘടനകളായിക്കോട്ടെ, അതിൻ്റെയൊക്കെ പരിപാടികളുടെ സമയം ഇവിടുത്തെ ഒരു പ്രധാന ഒരു ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ സംഘടിപ്പിക്കുന്ന പലപ്പോഴും ഇവിടുത്തെ പുലർച്ചെ ഒക്കെ സമയമായതുകൊണ്ട് പലർക്കും ഇവിടെ പങ്കെടുക്കാൻ കഴിയാത്തൊരു അവസ്ഥയുണ്ട്. അപ്പൊ അത് പരമാവധി ആ ഒരു ഗ്യാപ്പ് നമ്മൾ കുറയ്ക്കാനായിട്ടുള്ള ഒരു ശ്രമം ആയിരിക്കും പ്രധാനമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഈ ഒരു പരിപാടിയായിട്ട് ആലോചിച്ചപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചത്, വൈശാഖ വിചാരം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സെഗ്മെന്റ് ആലോചിച്ചിട്ട്, അപ്പൊ അതില് നമ്മുടെ ഇവിടുത്തെ അംഗങ്ങൾക്ക് തന്നെ എന്തെങ്കിലും സംസാരിക്കാൻ, എന്തെങ്കിലും ഈ വൈശാഖ മാസമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ സംസാരിക്കാനായിട്ടുള്ള ഒരു അവസരം, അതാണ് ഉദ്ദേശിച്ചത്. ഇപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു പുതിയ അഖണ്ഡമണ്ഡലാകാരം വ്യാപ്തം യേന ചരാചരം തത്പദം ദർശിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഓസ്ട്രേലിയയിൽ അഡ്ലേഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് പൂജാപഠനം 3ാം ബാച്ച് വിദ്യാർത്ഥിയായിരുന്നു. ഇപ്പോൾ TVSRCയുടെ പരിപാടികളൊക്കെ ആയിട്ട് സഹകരിച്ച് വരുന്നു. അപ്പൊ ഈ വൈശാഖ മാസം ആചരണം ആയിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് വിചാരിച്ചപ്പോൾ ആദ്യമായിട്ട് മനസ്സിലേക്ക് വന്നത് ഈ TVSRC അല്ലെങ്കിൽ അഖില കേരള തന്ത്രി സമാജം നടത്തുന്നതെല്ലാം യജ്ഞങ്ങളാണ്. അപ്പൊ എന്താണ് ഈ യജ്ഞം എന്നുള്ള ഒരു ചിന്തയിലാണ് ഇത് തുടങ്ങാനുള്ള ഒരു സാഹചര്യം. ഇപ്പോ TVSRC നക്ഷത്രയജ്ഞം, പിന്നെ വൈശാഖമാസ യജ്ഞം, ദേവി പാരായണ യജ്ഞം, എല്ലാം യജ്ഞങ്ങളാണ്. അപ്പോൾ എന്താണ് യജ്ഞം? അപ്പോൾ അത് ഭഗവത്ഗീതയില് അതിനെക്കുറിച്ച് പല ശ്ലോകങ്ങളായിട്ട്, കർമ്മയോഗത്തിൽ പല ശ്ലോകങ്ങളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അത് വായിച്ച് അതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ചില അറിവുകൾ പങ്കുവയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ യജ്ഞം
എന്ന് പറഞ്ഞാൽ നമുക്ക് ആദ്യമായിട്ട് മനസ്സിലേക്ക് വരുന്നത് യാഗമാണ്. പലർക്കും അങ്ങനെ ആയിരിക്കാം തോന്നുക. അപ്പൊ എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. അപ്പൊ അതിനെക്കുറിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ എന്താണ് യാഗത്തിൽ നമ്മൾ ചെയ്യുന്നത്? യാഗത്തിൽ നമ്മൾ അഗ്നിയില് ഹവിസ് അല്ലെങ്കിൽ ഹോമദ്രവ്യങ്ങൾ സമർപ്പിക്കും. അത് അഗ്നിയിൽ ലയിക്കുന്നു. പിന്നെ അത് അതായത് ഇപ്പൊ യാഗശാല തന്നെ ഒരു ഹോമദ്രവ്യമായിട്ട് നമ്മൾ ഹോമിക്കും. അതായത് എല്ലാം ആ യാഗമായിട്ട് ബന്ധപ്പെട്ടുള്ള സർവവും നമ്മൾ ഹോമിക്കുകയാണ്. പിന്നെ അത് നമ്മൾ അവിടെ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. നമ്മള് അതായത് ഒന്നും നമുക്ക് തിരിച്ച് നമ്മൾ ഒന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പൊ നമ്മൾ ഈ തിരിച്ച് ഒന്നും പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് നമ്മൾ യജ്ഞം എന്ന് ഉദ്ദേശിച്ച് പറയുന്നത്. അങ്ങനെയാണ് ഭഗവത്ഗീതയിൽ പറയുന്നത്. അപ്പോ അതായത് ഫലത്തെക്കുറിച്ച് പ്രതീക്ഷിക്കാതെ ഞാൻ എൻ്റേത് എന്നൊന്നും ആലോചിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങളെയാണ് യജ്ഞം എന്ന് പറയുന്നത്. നമ്മൾ ചെയ്യുന്ന ഓരോ കർമ്മങ്ങളും നമ്മൾ യജ്ഞഭാവത്തിൽ വേണം ചെയ്യാൻ എന്നുകൂടെ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഫലം പ്രതീക്ഷിക്കാതെ ചെയ്യുന്ന കർമ്മങ്ങൾ ഈശ്വരൻ ആകുന്ന അഗ്നിയിൽ ലയിക്കും. അങ്ങനെ നമുക്ക് ഈശ്വര കടാക്ഷം ലഭിക്കും. അപ്പോ പിന്നെ വേറൊരു കാര്യം, ഞാൻ ഈ കാര്യം ആലോചിച്ചപ്പോ ഗുരുനാഥൻ പറഞ്ഞൊരു കാര്യം ആണ് ഞാൻ ആലോചിച്ചത്. അതായത് നമ്മൾ എന്തിനാണ് ഈ അഗ്നിയില്, നേരത്തെ യാഗത്തിന്റെ കാര്യം പറഞ്ഞപ്പോൾ അഗ്നിയിൽ ഹോമിക്കൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്തിനാണ് അഗ്നിയിൽ ഹോമിക്കുന്നത്? അഗ്നിയിൽ ഹോമിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഗുരുനാഥൻ പറഞ്ഞിട്ടുള്ളത് അഗ്നിയാണ് എന്താ പറയാ ഒരു പോസ്റ്റ്മാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോലെയാണ് അഗ്നി എന്ന് പറയുന്നത്. അതായത് നമ്മൾ സമർപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും വേഗത്തിൽ ഈശ്വരന്റെ അടുത്ത് എത്തിക്കാൻ കഴിവുള്ള ഒരാളാണ് അഗ്നി. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഈ അഗ്നിയില് ഇത് നമ്മളുടെ ദ്രവ്യങ്ങളെല്ലാം നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പൊ അത് ചെറിയൊരു എന്താ പറയാ ഗുരുനാഥൻ പറഞ്ഞത് പെട്ടെന്ന് ഓർമ്മ വന്നതുകൊണ്ട് ഞാനത് സൂചിപ്പിച്ചു എന്ന് മാത്രം. പിന്നെ ഈ പ്രപഞ്ചത്തിന്റെ നിലനിൽപ്പ് തന്നെ ഈ ഒരു ചിന്തയെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതായത് ഇപ്പോ സൂര്യൻ, ചന്ദ്രൻ, അഗ്നി, വായു എന്നിവ എല്ലാം നമ്മൾ ദേവന്മാരായിട്ടാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. അവര് ഒന്നും പ്രതീക്ഷിച്ചല്ല അവരുടെ കർമ്മങ്ങൾ ചെയ്യുന്നത്. അതായത് ഇപ്പോ ഉദാഹരണം പറഞ്ഞാൽ ഇപ്പൊ സൂര്യൻ എല്ലാ ദിവസവും ഉദിക്കുന്നുണ്ട്. സൂര്യനോട് ആരും പറഞ്ഞിട്ടല്ല സൂര്യൻ ഉദിക്കുന്നത്. ഇപ്പൊ സൂര്യന് സൃഷ്ടിയുടെ സമയത്ത് അങ്ങനെ ഒരു കർമ്മം ചെയ്യാനായിട്ട് നിയോഗിക്കപ്പെട്ടു. അത് ഈ നേരത്തെ പറഞ്ഞ പോലെ യജ്ഞഭാവേന ഒരു സ്വധർമ്മമായിട്ട് കരുതി സൂര്യഭഗവാൻ ദിവസേന അത് ചെയ്യാണ്. അതുപോലെ പക്ഷിമൃഗാദികളായിക്കോട്ടെ, വൃക്ഷങ്ങളായിക്കോട്ടെ, ഈ പ്രകൃതിയിലുള്ള മനുഷ്യരൊഴികെ പ്രകൃതിയിലുള്ള സർവ്വ ജീവജാലങ്ങളും എന്ന് തന്നെ പറയാം, അവർക്ക് വേണ്ടിയിട്ടല്ല ജീവിക്കുന്നതെന്ന് നമുക്ക് ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് അവരും യജ്ഞഭാവത്തിലാണ് കർമ്മങ്ങൾ ചെയ്യുന്നതെന്ന് അർത്ഥം. നമ്മൾ മനുഷ്യർ മാത്രമാണ് സ്വാർത്ഥ താല്പര്യത്തോടുകൂടെ ഇത് കർമ്മങ്ങൾ ചെയ്യുന്നത്. അപ്പൊ ഈ ദേവന്മാരായിക്കോട്ടെ, പ്രകൃതിയിലുള്ള മറ്റ് കാര്യങ്ങളായിക്കോട്ടെ,
ഇവരോടൊക്കെ നമുക്കൊരു കടപ്പാടുണ്ട്. ഇത് നിലനിർത്തുന്നത് തന്നെ ഈ ദേവന്മാരും ഇവരെല്ലാം സഹകരിച്ചിട്ടാണ്. അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ സൂര്യഭഗവാൻ വിചാരിച്ചാൽ എന്താ പറയാ, ഇപ്പൊ സൂര്യഭഗവാൻ വിചാരിക്കുകയാണ് ഒരു ദിവസം ഉദിക്കണ്ടെന്ന് വിചാരിച്ചാൽ നമ്മളിവിടെ ആകെ തകിടം പറയും കാര്യങ്ങൾ, അല്ലെ? അപ്പൊ അതൊക്കെ നമുക്ക് അവരോടൊക്കെ ഒരു കടപ്പാടുണ്ട്. അപ്പൊ അത് നമ്മളുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ട് പല പല മാർഗങ്ങളുണ്ട്. ഇപ്പൊ പണ്ടൊക്കെ ഋഷിമാരൊക്കെ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഈ നേരത്തെ പറഞ്ഞ പോലെ യാഗങ്ങൾ ഒക്കെ ചെയ്യുന്നത് എല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ യജ്ഞരൂപത്തിലാണ് ഈ യാഗങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതായത് തങ്ങളെ ഈ ലോകത്ത് നിലനിർത്തുന്നതിനോടുള്ള ഒരു കൃതജ്ഞത ആയിട്ടാണ് ഈ കർമ്മങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത്. അതിന്റെ ഓരോ ക്രിയകളും കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്കത് മനസ്സിലാവും. പക്ഷെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് ഈ കാര്യങ്ങളൊന്നും സാധ്യമല്ല. അപ്പോൾ നമുക്ക് ഇന്നത്തെ കാലത്ത് നമുക്ക് ഈ ഒരു യജ്ഞഭാവത്തിൽ നമുക്ക് എങ്ങനെ കർമ്മങ്ങൾ ചെയ്യാൻ പറ്റും? അപ്പൊ അതിന് അങ്ങനെ ആലോചിക്കുകയാണെങ്കിൽ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒന്ന് മാനസ പൂജ, അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ സ്മരണ എന്ന് നമ്മൾ പറയും. നമ്മള് സൂര്യഭഗവാനെ ദിവസവും രാവിലെ സ്മരിക്കുക. നമ്മൾക്ക് ചെയ്തു തരുന്ന ആ ഒരു എന്താ പറയാ സഹായത്തിന് വേണ്ടി നമ്മൾ സ്മരിക്കുക. ഇപ്പൊ അതേപോലെ അഗ്നി അല്ലെങ്കിൽ വായു, ഇതൊന്നും ഇല്ലാതെ നമുക്ക് ഇവിടെ ഒന്നും ജീവൻ നിലനിർത്താൻ സാധ്യമല്ല. അപ്പോ ഇതെല്ലാം ഇവരോടെല്ലാം നമ്മൾ കടപ്പെട്ടിരിക്കുന്നു. അപ്പൊ അതിനു വേണ്ടി നമ്മൾ കർമ്മങ്ങൾ ചെയ്യുക, യജ്ഞരൂപത്തിൽ കർമ്മങ്ങൾ ചെയ്യുക. ഇപ്പൊ ഇവരെയൊക്കെ നമ്മൾ സ്മരിക്കുമ്പോൾ ഇവരുടെയൊക്കെ ഒരു അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാകും. അപ്പൊ അങ്ങനെ നമുക്കൊരു ഈശ്വര കടാക്ഷം അവിടെ ലഭിക്കും. ഇപ്പൊ നമ്മളുടെ എന്താ പറയാ, സന്ധ്യാവന്തരം അല്ലെങ്കിൽ താന്ത്രികമായിട്ടുള്ള ക്രിയകളിലൊക്കെ നമ്മൾ ഇതേപോലെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതിലെല്ലാത്തിലും ഈ കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. നമ്മളിതെല്ലാം ചെയ്യേണ്ടത് യജ്ഞഭാവത്തിലാണ്. അതായത് ഇപ്പൊ സന്ധ്യാവന്തരം നമ്മൾ സന്ധ്യാവന്തരം ചെയ്യുമ്പോൾ നമ്മളതില് ദേവന്മാരെ നമ്മൾ തർപ്പണം ചെയ്യും, ഋഷിമാരെ നമ്മൾ തർപ്പണം ചെയ്യും, അതുപോലെ പിതൃക്കളെ നമ്മൾ തർപ്പണം ചെയ്യും, സൂര്യഗായത്രി, ഇതെല്ലാം ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങളാണ്. അതേപോലെ ഇപ്പോ താന്ത്രികമായിട്ടുള്ള ക്രിയകളിൽ നമ്മൾ ദേവന്മാരെ സ്മരിക്കുകയാണ് ചെയ്യുന്നത് അവിടെ. ഇപ്പോ അങ്ങനെ നമ്മൾ സ്മരിക്കുമ്പോൾ അവര് എന്താ പറയാ, അവര് സന്തോഷിക്കുകയും അവരുടെ അനുഗ്രഹത്തിന് നമ്മൾ പാത്രമാവുകയും ചെയ്യും. അപ്പോ ഇതെല്ലാം നമ്മളുടെ ഒരു സ്വധർമ്മമായിട്ട് കരുതി ഇതെല്ലാം യജ്ഞഭാവേന നമ്മൾ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഈശ്വര കടാക്ഷം ലഭിക്കും. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ. നന്ദി. വൈശാഖ മാസം ആയിട്ട് ബന്ധപ്പെട്ട് ഈ സത്സംഗം ഉണ്ടെന്നറിഞ്ഞു. ഞാന് പ്രിപ്പയർ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഞാനൊരു ചെറിയൊരു പാരായണമാണ് ഉദ്ദേശിച്ചത്. ഒരു ചെറിയൊരു ടോക്കും ഒരു പാരായണമാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞാൻ തുടങ്ങട്ടെ. ആദ്യമായിട്ട് ഗുരുനാഥനായ ഹരിയേട്ടന് നമസ്കാരം, ശ്രീരാമേട്ടന് നമസ്കാരം, ഇതിന്റെ കോർഡിനേറ്ററായ മനോജേട്ടൻ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും നമസ്കാരം. ഇത് കലിയുഗമാണ്. നമ്മള് ഒരു ആരാധന അല്ലെങ്കിൽ ഒരു യജ്ഞം ചെയ്യുന്നത്, ഇപ്പൊ മനോജേട്ടൻ യജ്ഞം കൊണ്ടാണ് തുടങ്ങിയത്. ഏത് കർമ്മം യജ്ഞമാണെന്ന് തീരുമാനിക്കുന്നത് കാലവും ദേശവുമാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും തീരുമാനിക്കുന്നത് കാലത്തിനും ദേശത്തിനും അനുസരിച്ചിട്ടാണ്. കലിയുഗത്തിൽ നാമജപം പോലും യജ്ഞമാണ്. കലയെ സംഘേ ശക്തി എന്ന് പറയാറുണ്ട്. കലിയുഗത്തിൽ സംഘം ചേരുക, കൂട്ടം ചേരുക, സത്സംഗം ഉണ്ടാകുക, അതും ഒരു യജ്ഞം തന്നെയാണ്. അക്ഷരാർത്ഥത്തിൽ ഇതും ഒരു യജ്ഞം തന്നെയാണ്. എപ്പോഴും നമ്മൾ ഭഗവത് വിചാരം ചെയ്യുമ്പോൾ വിശ്വരൂപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വിരാട് സ്വരൂപം എന്ന് പറയും.
നമ്മൾ ബ്രഹ്മത്തെ പറ്റി പഠിക്കാനായിട്ട് ബ്രഹ്മത്തിന് 4 അവസ്ഥകളുണ്ട് എന്നാണ് പറയുന്നത്. അതിലൊന്ന് വിരാട്, അതായത് വിരാട് പുരുഷൻ. 2 ഹിരണ്യഗർഭൻ. 3 ഈശ്വരൻ. 4 തുര്യൻ. ഇങ്ങനെ 4 അവസ്ഥകൾ ബ്രഹ്മത്തിനുണ്ട്. പക്ഷെ ബ്രഹ്മം അമൂർത്തമാണ്. ബ്രഹ്മത്തിന് ശരീരമില്ല. എന്നാൽ ബ്രഹ്മത്തിനെ ശരീരമായി കണ്ടുകൊണ്ട് ഉപാസിക്കാനുള്ള ഒരു മാർഗമാണ് വിരാട് പുരുഷ സങ്കല്പം. അവിടെ ഒരു പ്രപഞ്ച പുരുഷനായിട്ട്, ഒരു കോസ്മിക് പേഴ്സൺ ആയിട്ടാണ് ഭഗവാനെ, വൈഷ്ണവത്തിലാണെങ്കിൽ വിരാട് പുരുഷനെന്നും ശൈവത്തിലാണ് ഹിരണ്യഗർഭനെന്നും പറയാറുണ്ട്. 2 രീതിയിലും പറയുന്നുണ്ട്, വൈഷ്ണവത്തിലും ശൈവത്തിലും പറയുന്നുണ്ട്. അപ്പൊ എന്താണ് വിരാട് എന്ന് പറഞ്ഞാൽ? വിശേഷേണ രാജതേ ഇതി വിരാട്. വിശേഷമായി ഇത് രാജിക്കുന്നത് എന്തോ അതാണ് വിരാട്. ഈ ബ്രഹ്മം, ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് എന്തോ അതാണ് വിരാട് പുരുഷ സങ്കല്പം. നമ്മൾ പൂജ തുടങ്ങുമ്പോഴും വിരാട് പുരുഷ സങ്കല്പത്തോടുകൂടി പ്രാണായാമം ചെയ്തു കഴിഞ്ഞ് നമ്മൾ സ്മരിക്കാറുണ്ട്. ഇപ്പൊ വിശ്വരൂപം ഭഗവതോ ധ്യായേൽ സർവമംഗളം യാത്രാകാലേ ജപേ ഹോമേ ആപത്കാലേ വിശേഷത. ഏത് സന്ദർഭത്തിലും, ജപത്തിലായിക്കോട്ടെ, ഹോമത്തിലായിക്കോട്ടെ, യാത്രയിലായിക്കോട്ടെ, വിരാട് സ്വരൂപ വർണ്ണന അല്ലെങ്കിൽ വിരാട് സ്വരൂപ സങ്കല്പം മനസ്സിൽ കൊണ്ട് നടക്കുന്നത് എപ്പോഴും വിശേഷമാണ്. അതിൽ വിശേഷിച്ചും ആപത്കാലേ വിശേഷത, ആപത് കാലഘട്ടത്ത് അത് വിശേഷമായിട്ടാണ് പറയുന്നത്. ഇന്ന് ഞാൻ ഉദ്ദേശിച്ചത് നാരായണീയത്തില് വിരാട് സ്വരൂപ വർണ്ണനയുണ്ട്, ദശകം 6. അവിടെ അതിന്റെ വൃത്തം എന്ന് പറഞ്ഞാൽ വസന്ത തിലക വൃത്തത്തിലാണ് ശ്രീമാൻ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിപ്പാട് എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാൻ അതൊന്ന് പാരായണം ചെയ്യാമെന്ന് വിചാരിക്കുന്നു. പക്ഷെ അത് വസന്ത തിലക വൃത്തത്തില് വൃത്തോബദ്ധമായിട്ടല്ല, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ശൈലിയിൽ ഞാനൊന്ന് പാരായണം ചെയ്യാൻ ശ്രമിക്കുകയാണ്. പാതാളമീശ തവ പാദതലം വദന്തി പാദോർധ്വദേശമഭിദേവ രസാതലം തേ അദ്വയം ഖലു പാതലമത്താത്മൻ ജംഘേ തലാതലം ഓരുതലം ജാനു തലാതലേ ക്ഷോണീതലം ജഗനമംബരമംഗനാഭിർ വക്ഷശ്ചക്രയസ്തവ ചക്രപാണി ശ്രീവാമഹസ്തവ ജനസ്തവസ്തു ഭാലം ശിരസ്തവ സമസ്തമയസ്യ സത്യം ജഗന്മയതനോ ജഗദാശേ നമസ്തേ ബ്രഹ്മരേന്ദ്രപദീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശാ ഉല്ലാസി ചില്ലികുളം ദ്വിഗുണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാച നേത്രൈ വിശേഷ വിശ്വരജടാക്ഷ കടാക്ഷ മോക്ഷ കർണൗ ദിശോ അശ്വിഫളം തവ നാസികേ ദ്വേ ലോഭത്രഭേ ച ഭഗവൻ അധരോത്തരോഷ്ടൗ താരാഗണാശ്ച ദശനാ ശമനശ്ച ദഷ്ടാ മായാവിലാസഹസിതം ശസിതം സമീര വിപ്പാജനം വചനമീശക്തമക്തി സിദ്ധാദയസ്വരഗണ മുഖരന്ധ്രമധ്യ ദേവാഭുജാ തനയുഗം അവധർമ്മദേവ കൃഷ്ണം ധർമ്മൈഹ ദേവ മനഃസുധാംസുരവ്യക്തമേവ ഹൃദയാംബുജമംബുജാക്ഷ മുക്ഷി സമുദ്രനിഭാവനം കുസന്ധേ ശേഖപ്രതാപതിരസൗ സമിത്ര ശ്രോണിസ്ഥലം പദയോർനഖാസ്തേ അസ്തി ഉഷ്പസൈതമനം വിപ്രാതിവർണഭവനം വദനാദ്യബാഹുചാരൂചരണം സംസാരചക്രമയീ ചക്രധര പ്രിയാസ്തേ വീര്യം മഹാസുരഗണോസ്തി പുരാരി ശൈലാ നാട്യസരിൽ സമുദയസ്തരവശ്ചരോമ ജിയാദിനം ബഹുധനരുപജനീയമീശാ ഈദൃജഗന്മയ
പുസ്തക കർമ്മഭാജ കർമാവസാനീയമാ തസ്യാന്തരാത്മേ പാദാലയാ ഗുരുനാഥനായിട്ടുള്ള ഹരിയേട്ടനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഇത് വൈശാഖ മാസത്തിൽ എല്ലാവരും ഒന്ന് കൂടുക, അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ചോ അല്ലെങ്കിൽ നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ചോ എന്തെങ്കിലുമൊക്കെ സംസാരിക്കുക. ഇതാണ് ഒരു സത്സംഗം എന്ന് പറയുന്നത്. അപ്പൊ അതിനാണ് ഇന്നിപ്പോ കൂടിയിട്ടുള്ളത്. ഏതായാലും ഇങ്ങനെ ഒരു സംരംഭം വളരെ നല്ല നല്ല കാര്യം തന്നെയാണ്. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ഈ മാസങ്ങളിൽ വെച്ച് വളരെ പ്രാധാന്യമുള്ളതാണ് വൈശാഖ മാസം. മാധവമാസം എന്നൊരു പേര് വൈശാഖ മാസത്തിനുണ്ട്. പറയാറുണ്ട് ഏറ്റവും നല്ല കാര്യങ്ങൾ അതാണ് ഭഗവാൻ എന്ന് പറയും. ഈ പണം സമ്പാദിക്കാനുള്ള പല പല വഴികളുണ്ട്. അതില് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ളത് കൃഷിയാണ്. അതുപോലെ തന്നെ ഏറ്റവും അധികം തൃപ്തി ഉണ്ടാവുക എപ്പോഴാണ്? ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാലാണ്. കാരണം മറ്റൊന്നും മതിയായി എന്ന് പറയില്ല. പണം കിട്ടിയാൽ എത്ര കിട്ടിയാലാ മതിയാവുക അറിയില്ല. പക്ഷെ വിശപ്പ് മാറുന്നത് വരെയാണ് ആ ഭക്ഷണത്തിന്റെ പ്രാധാന്യം. അതുകൊണ്ടത് മതിയെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഈ പല പല മാസങ്ങള് അതിൽ ഏറ്റവും നല്ലത് മാധവ മാസമാണ്. ഈ ദേവന്മാര്, ഇന്ദ്രൻ, അങ്ങനെ ഏറ്റവും നല്ലതൊക്കെ ഭഗവാനാണ് എന്ന് പല സ്ഥലത്തും പറഞ്ഞിട്ടുണ്ട്. ഈ അർത്ഥങ്ങൾ നോക്കുന്ന സമയത്ത് ആ വൈശാഖ മാസത്തിന്റെ അർത്ഥം പറയുമ്പോൾ പറഞ്ഞിട്ടുണ്ട്, ഈ മാധവ മാസത്തിന് തുല്യമായിട്ട് മറ്റൊരു മാസമില്ല എന്ന് പറയാറുണ്ട്. ഈ തുല്യം എന്ന് പറഞ്ഞ വാക്കിന് വേറെ അർത്ഥമുണ്ട്. സമം എന്നാണ് പറഞ്ഞത്. മാധവ മാസം അതിന് സമമായിട്ട് വേറൊരു മാസം ഇല്ല എന്ന് പറയുമ്പോൾ അത്രയും സമം എന്ന് പറയുമ്പോൾ കൃത്യം തുല്യമായിട്ട് എന്നുള്ള അർത്ഥമൊന്നുമില്ല. അതിന്റെ അടുത്ത് പോലും എത്തില്ല എന്നുള്ള അർത്ഥമാണ് നമ്മൾ പൊതുവെ പറയാ. അതുപോലെ തന്നെ യുഗങ്ങൾ, 4 യുഗങ്ങൾ ഉണ്ടല്ലോ. കൃതം, ത്രേത, ദ്വാപര, കലിയുഗങ്ങൾ. ഈ യുഗങ്ങളിൽ വെച്ച് ഏറ്റവും നല്ലത് കൃതയുഗാണ് എന്നൊക്കെ പറയാറുണ്ട്. കാരണം ആ യുഗത്തിലാണ് ഈ ഒരു തരത്തിലുള്ള കള്ളത്തരങ്ങളൊന്നും ഇല്ലാത്ത യുഗം. അതാണ്. അങ്ങനെ എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സമയമാണ് ശരിക്കും വൈശാഖ മാസം എന്ന് പറയുന്നത്. ആ വൈശാഖ മാസത്തിൽ ഏറ്റവും പ്രാധാന്യമായിട്ട് പൊതുവെ പറയാറ് ആവശ്യക്കാരന് കൊടുക്കുക. അത് തന്നെയാണ് നേരത്തെ പറഞ്ഞ യജ്ഞങ്ങളിലും ഉള്ളത്. ഈ ദാനം എന്ന് പറഞ്ഞാൽ എന്താ? കൊടുക്കുക എന്ന് പറയുമ്പോൾ എന്താ? തിരിച്ചു കിട്ടും എന്നുള്ള ഉദ്ദേശത്തിലല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ അതൊക്കെ യജ്ഞങ്ങൾ തന്നെയാണ്. ഹോമിച്ചത് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ ദാനം ചെയ്യുന്നത് തിരിച്ചു കിട്ടാനല്ല. അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളൊരു ഉദ്ദേശത്തോടു കൂടിയല്ല കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ അത് ആവശ്യക്കാരന് കൊടുക്കുന്ന സമയത്താണ് അതിന്റെ പ്രാധാന്യം കൂടുക എന്ന് പറയും. ഈ പ്രധാനമായിട്ട് പല പല കാര്യങ്ങളും വൈശാഖ മാസത്തിൽ ദാനം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. വെള്ളം കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. അതേപോലെ വിശറി കൊടുക്കാമെന്ന് പറയുന്നുണ്ട്. പിന്നെ സംഭാരങ്ങൾ കൊടുക്കാം. അങ്ങനെ പല പല കാര്യങ്ങളും, ചെരുപ്പ് കൊടുക്കുക. പക്ഷെ അതൊക്കെ ഏതെങ്കിലും ഒക്കെ ഓരോ സന്ദർഭത്തിനനുസരിച്ച് വേണം കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ സംഗതിയൊക്കെ ഞാൻ ചെരുപ്പ് കൊണ്ട് കൊടുക്കുകയാണ് ഒരാൾക്ക്. വിശന്ന് ദാഹിച്ച് നിൽക്കുന്ന ഒരാൾക്ക് ചെരുപ്പ് കൊണ്ട് കൊടുത്തിട്ട് കാര്യമില്ല. ഈ നടക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരാൾക്ക് ആ സമയത്ത് പിന്നെ മോര് അല്ലെങ്കിൽ വെള്ളം കൊടുത്തിട്ട് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ചെരുപ്പായിരിക്കും വേണ്ടി വരിക. ആവശ്യക്കാരന് ആവശ്യമുള്ള സമയത്ത് കൊടുക്കാൻ കഴിയുക എന്നുള്ളതിനാണ് കൂടുതൽ പ്രാധാന്യം. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമുക്ക് നമ്മുടെ മുമ്പിലൊക്കെ ധാരാളമായിട്ട് വരും. ആ സമയത്ത് നമ്മുടെ യുക്തിക്കനുസരിച്ച് ഇതൊക്കെ
നമുക്ക് സേവിക്കാനുള്ള ഈശ്വരന്മാർ തന്നെയാണ് എന്ന് മനസ്സിലാക്കി അവരെ പരിചരിക്കുക, അവർക്ക് വേണ്ടത് കൊടുക്കുക. അത് നമുക്ക് തിരിച്ചറിയാനുള്ള കഴിവ് എന്നുള്ളതിനാണ് പ്രാധാന്യമായിട്ട് നമുക്ക് പറയാൻ കഴിയാം. അതിനുള്ള പല പല കഥകളും ഒക്കെ ആ വൈശാഖ മാസത്തിന്റെ പ്രാധാന്യത്തിൽ നമ്മൾ 2 കൊല്ലം മുമ്പായിട്ട് അനുസ്മരിച്ചതാണ്. അതിൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെങ്കിലും ചെയ്യാൻ പറ്റുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഓരോരോ സത്സംഗത്തിന്റെയും ഗുണമായിട്ട് വരും. ഏതായാലും ഈ ഒരു സത്സംഗത്തിലും അതോടനുബന്ധിച്ച് ഈ വിഷയങ്ങളെ കുറിച്ചൊക്കെ കൂടുതൽ മനസ്സിലാക്കിയിട്ട് അത് പ്രാവർത്തികമാക്കുകയും കൂടി ചെയ്യാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഏതായാലും ഈ സത്സംഗവും അതോടനുബന്ധിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതിനുവേണ്ടി ഉത്സാഹിച്ചവരും എല്ലാവർക്കും ദൈവാനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായിട്ട് മനോജിന് TVSRC ഓസ്ട്രേലിയയിൽ ഉള്ള നമ്മുടെ സനാതനധർമ്മ വഴികളിലൂടെ സഞ്ചരിക്കാൻ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സത്സംഗവേദികളിൽ പങ്കുവയ്ക്കുന്ന ചിന്തകൾ കേൾക്കാനും ആ ചിന്തകളുടെ ഭാഗമാകാനും താല്പര്യമുള്ളവരുടെ ഒരു കൂട്ടായ്മ, ആ കൂട്ടായ്മയ്ക്ക് നേതൃത്വം കൊടുക്കാനുള്ള താല്പര്യം, അതിലെ മനോജിനെ അഭിനന്ദിക്കുന്നു. അതിലെ TVSRCയുടെ എല്ലാവരെയും പോലെയുള്ള ഒരു പ്രവർത്തകൻ എന്ന നിലയ്ക്ക് അതിൽ സന്തോഷം പങ്കുവയ്ക്കുന്നു. നമ്മുടെ 2-3 വർഷം മുമ്പ് തുടങ്ങിയിട്ടുള്ള ഈ വൈശാഖ മാസ സന്ദേശ പ്രചരണം ഫലപ്രദമായി നടത്താൻ നമുക്ക് സാധിച്ചു എന്നതിനുള്ള തെളിവ് കൂടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ സത്സംഗ മീറ്റിംഗ്. കാരണം നല്ല നല്ല ചിന്തകൾ പങ്കുവയ്ക്കുവാനും അത് കേൾക്കുവാനും കുറച്ചുപേരെ നമുക്ക് എല്ലായ്പ്പോഴും ലഭിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം. എന്നിരുന്നാലും ഈ മാഘമാസത്തിൽ വൈശാഖ സന്ദേശം പ്രചരിപ്പിക്കുന്നതിൽ ദാനധർമ്മ യജ്ഞങ്ങളുടെ പ്രാധാന്യം മനസ്സിലാക്കിക്കുന്നതിൽ നമുക്ക് ഒരു ചെറിയ പങ്ക് വഹിക്കാൻ, നമ്മുടെ ഈ കൂട്ടായ്മയ്ക്ക് അതിൻ്റെതായ ഒരു പങ്ക് വഹിക്കാൻ കഴിഞ്ഞു എന്നതിൽ അതിൻ്റെ ഒരു തെളിവ് കൂടിയാണ് ഈ വൈശാഖ മാസത്തിൽ പല സ്ഥലങ്ങളിലായി നമ്മുടെ ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ഇത്തരം സൽപ്രവൃത്തികളിൽ ഏർപ്പെടുന്നു എന്നതിൻ്റെ ദൃഷ്ടാന്തം. ഒരിക്കൽ കൂടി ഈ സത്സംഗം, ഇത്തരം യജ്ഞങ്ങൾ, മനോജ് പറഞ്ഞ പോലെ ഇത്തരം യാഗങ്ങൾ നമുക്കും നമ്മുടെ തലമുറകൾക്കും നമ്മുടെ പിഞ്ചുകുട്ടികൾക്കും പകർന്നു കൊടുക്കുവാനും അവരെ കൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ അനുഷ്ഠിപ്പിക്കുവാനുമുള്ള ഒരു പ്രചോദനമാകുവാൻ നമുക്കൊക്കെ സാധിക്കട്ടെ. അതിന് ഈശ്വരാനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. എന്തായാലും നമ്മൾ ഇങ്ങനെ ഒരു സന്ദർഭം ഉണ്ടാക്കിയ മനോജിന് ആദ്യമായിട്ട് നന്ദി പറയട്ടെ. നമ്മുടെ ഗ്രൂപ്പിലുള്ള ആൾക്കാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നന്ദി പറയണമെന്നില്ല, പക്ഷെ എന്നാലും ഇതിന് മുൻകൈ എടുക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. ആ മുൻകൈ എടുത്ത് അവിടെയുള്ള ഒരാൾ അല്ലെങ്കിൽ 2 ആള്, നമ്മളെപ്പോഴും വലിയൊരു ഗ്രൂപ്പിനൊന്നും ഒരിക്കലും പ്രതീക്ഷിക്കാൻ പറ്റില്ല ഇങ്ങനത്തെ കാര്യങ്ങളിലൊന്നും. ഗ്രാജുവലായിട്ട് നമുക്ക് ആളെ കിട്ടുകയോ അല്ലെങ്കിൽ ആൾക്കാർ അടുക്കുകയോ ഒക്കെ ചെയ്യുമായിരിക്കാം. പക്ഷെ ഇവിടെ വളരെ മാത്രമേ അതൊന്നും കാര്യമില്ല. നമ്മൾ തുടങ്ങി വെക്കുക, നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങി വെക്കുക, അതിലേക്ക് ആൾക്കാരെ എത്തുക എന്നുള്ളതാണ് അതിൻ്റെ പ്രധാന കാര്യം. കൂടുതൽ അവിടെ തന്നെ നമുക്ക് ഇനിയും ഇതിനകത്തോട്ട് പങ്കെടുക്കാൻ പറ്റും. അതിന് ഈ നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളിൽ കണ്ട് അറിഞ്ഞ് അതിലേക്ക് ആകർഷിക്കുക. എങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ, നമ്മൾ ഈ TVSRC ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഇതിൽ വലിയൊരു സംരംഭമാവും എന്നൊരു വിശ്വാസമൊന്നുമല്ല ചെയ്യാൻ തുടങ്ങിയിട്ടുള്ളത്. അപ്പം അതിൽ നിന്ന്
ഇതിലത്തെ കാണുന്ന നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തികൾ അതിന് ആകൃഷ്ടരായിട്ട് അതിലേക്ക് വരുന്ന ആൾക്കാരാണ് ഇതിനകത്തോട്ട് എല്ലാവരും ഉള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ ഇതുകൊണ്ട് എന്തെങ്കിലും ആവാമെന്നോ അല്ലെങ്കിൽ ഇതുകൊണ്ട് എന്തെങ്കിലും നേടാമെന്നോ ഉദ്ദേശിച്ച് വരുന്നവരും അല്ല ഈ ഗ്രൂപ്പിലുള്ളത്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ കുറവായിരിക്കും. പക്ഷെ എന്നാലും അതിലേക്ക് ആൾക്കാർ വരും. ഇനിയും ഇതുപോലുള്ള സന്ദർഭങ്ങൾ ഉണ്ടാകട്ടെ. പിന്നെ മനോജൊരു കാര്യം പറഞ്ഞു ഇടയ്ക്ക് വെച്ചിട്ട്, അതായത് ടൈം സോണിൻ്റെ ഒരു പ്രോബ്ലം ഉണ്ട്. ടൈം സോണിൻ്റെ പ്രോബ്ലങ്ങൾക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ കൂട്ടായിരുന്ന് നമുക്ക് എന്തെങ്കിലും ചില വഴികൾ കണ്ടുപിടിക്കാം. എന്നാലും നമുക്ക് ഈ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് ഒരു പ്രധാനമുള്ള ഒരു ത്തേക്ക് ഇതാണ്. ഇത്രയും എഫേർട്ട് എടുത്തതിന് മനോജിന് ആദ്യമായിട്ട് നന്ദി. പിന്നെ വൈശാഖ മാസത്തിനെ പറ്റി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൈശാഖ മാസം എന്നിങ്ങനെ പറഞ്ഞു കേൾക്കാറുണ്ടെന്നല്ലാതെ കഴിഞ്ഞ 2 വർഷമായിട്ടാണ് ഈ വൈശാഖ മാസത്തിനെ പറ്റി ഇത്രയും ചർച്ചകൾ നടന്നത് എന്നുള്ളത് ഈ ഗ്രൂപ്പിന്റെ ഒരു അച്ചീവ്മെന്റ് ആയിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് പല സ്ഥലത്ത് നോക്കുമ്പോഴും വൈശാഖ മാസത്തിനെ പറ്റി ചർച്ച ചെയ്യാനെങ്കിലും ആൾക്കാരുണ്ടാകുന്നുണ്ട്. അത് തന്നെ വലിയൊരു കാര്യമാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. വൈശാഖ മാസത്തിലെ അരിയേട്ടൻ പറഞ്ഞ പോലെ തന്നെ ദാനധർമ്മങ്ങൾ ദാനികളും അതുപോലെ തന്നെ ഭഗവത് ചിന്തകളും ഒക്കെ ചെയ്യുന്നത് വളരെ ഉത്തമമാണ്. അപ്പോൾ ഇതിനൊരു വലിയ എഫേർട്ടുകളൊന്നും ആവശ്യമില്ല. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ആൾക്കാർക്ക് ഒന്നിച്ചു കൂടിയിരുന്ന് വെറുതെ നാമം ജപിച്ചാൽ തന്നെ മതി. നല്ല ചിന്തകൾ എപ്പോഴും ഉണ്ടാക്കുക. ആ നല്ല ചിന്തകൾ കൂടെ നമുക്ക് വലുതാക്കാൻ പറ്റും. അതാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ കലിയുഗത്തിൽ പറയുന്നത് അതാണ്. വെറുതെ നാമം ജപിച്ചാലും ധാരാളമായി എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അതിൻ്റെ എഫർട്ട് നമ്മൾ തുടങ്ങി വെക്കുക. തുടങ്ങി വെച്ച് അതിൽ നിന്ന് നമുക്ക് വലുതാക്കാൻ പറ്റും. അതിന് ഈ ഒരു പ്ലാറ്റ്ഫോം സകല സഹായങ്ങളും ഉണ്ടാവുമെന്ന് ഒരിക്കൽ കൂടി ആവർത്തിച്ചുകൊണ്ട് നമസ്കാരം. പൂജാപട്ടണം 4ാം ബാച്ചിലെ വിദ്യാർത്ഥിയാണ്. TVSRC നമുക്ക് ഇപ്പോൾ പല രാജ്യങ്ങളിലും, കേരളത്തിന് പുറത്തും കൂടാതെ പല രാജ്യങ്ങളിലും ഇതിൻ്റെ ആരംഭിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് അറിഞ്ഞതിൽ തന്നെ വളരെ സന്തോഷം. അതിന് ഈ വൈശാഖ മാസം ഒരു നിമിത്തമായി എന്നുള്ളതും, ശരിക്കും പറഞ്ഞാൽ വൈശാഖ മാസം ഇപ്പൊ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ വളരെ വിശേഷപ്പെട്ട മാസമാണ്. നമുക്ക് അത് പ്രത്യേകമാണ്. പക്ഷെ നമ്മുടെ ഈ TVSRCയുടെ സന്ദേശം അത് തന്നെയാണ്. ഒരു വസുദൈവ കുടുംബം എന്നുള്ള നിലയ്ക്ക് ഈ ഭാരതത്തിൽ മാത്രമല്ല, ഇതിന്റെ കൂടുതൽ ഓസ്ട്രേലിയ കൂടാതെ ബാക്കി രാജ്യങ്ങളിലും ഇങ്ങനെ കൂട്ടായ്മകൾ ഉണ്ടാവട്ടെ. അത് നമ്മളുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് ഈ ടൈം സോൺ ഡിഫറൻസസ് ഒക്കെ മറികടന്നുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒത്തുചേരാനായിട്ട്, ഈ നല്ല കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനായിട്ട്, ഇതുകൂടാതെ ഒരുപാട് പ്രോഗ്രാമുകൾ നമ്മുടെ TVSRC നടത്തുന്നതിൽ എപ്പോഴും ആയില്ലെങ്കിലും പലപ്പോഴെങ്കിലും പല ടൈം സോണിലുള്ളവർക്കും ചേരാനായിട്ട് സാധിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഈ സംഘടന മാത്രമല്ല, TVSRC മാത്രമല്ല, നമ്മുടെ ഈ ലോകത്തുള്ള സജ്ജനങ്ങൾക്ക് എല്ലാവർക്കും ഇതുകൊണ്ട് നന്മ വരട്ടെ. ഈ വൈശാഖ മാസത്തില് ഇങ്ങനെ നമുക്ക് തുടക്കം കുറിക്കാൻ കഴിഞ്ഞു. അത് ഇനി വൈശാഖ മാസം അല്ലാത്ത സമയത്തും ബാക്കിയുള്ളവർക്കും, എന്താ വെച്ചാൽ ഈ ടൈം സോണിന്റെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ബാക്കിയുള്ള കുട്ടികളുടെ വെക്കേഷൻ മാറി ഓരോ സമയത്തായിരിക്കാം. ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ എല്ലാവരും ഒത്തൊരുമിച്ച് പോയി നമ്മുടെ ഈ സത്സംഗം അല്ലെങ്കിൽ ഈ ഈശ്വര അധീനത്തിനായിട്ടുള്ള ഈ പ്രാർത്ഥനകൾ വീണ്ടും മികവുറ്റതാവട്ടെ. എല്ലാവരും ഒന്നിക്കട്ടെ. എല്ലാവിധ ആശംസകളും. നമസ്കാരം. ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ലീലാമണി അന്തർജന. മെൽബണിലെ മകളുടെ കൂടെ താമസിക്കുന്നു. ഞാൻ TVSRCയിലെ അംഗമാണ് തുടങ്ങിയ കാലം തൊട്ട്. പക്ഷെ ഈ ടൈം സോണിന്റെ പ്രശ്നം മൂലം ഇതിലെ ഒരു പരിപാടികളിലും പങ്കെടുക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല. അത് നമ്മുടെ ആസ്ട്രേലിയയിൽ കൂടെ വ്യാപിപ്പിച്ച് ആ സമയം അനുസരിച്ചൊക്കെ നല്ല ക്ലാസ്സുകളും ഭാഗവതവും ഒക്കെ പഠിക്കാനും ഒക്കെ ആഗ്രഹമുണ്ട്. സ്വയം വായിച്ച് പഠിക്കുമ്പോൾ അതിനുണ്ടാകുന്ന കുറച്ച് പോരായ്മകളുണ്ടല്ലോ. ഭാഗവതം, നാരായണീയം, ഭഗവത്ഗീത ഇതൊക്കെ പഠിക്കുന്നുണ്ടെങ്കിലും നല്ല രീതിയിൽ നല്ല ആചാര്യന്മാരുടെ കീഴിൽ പഠിക്കാനുള്ള താല്പര്യം എനിക്കുമുണ്ട്. അപ്പൊ അതിന് നമുക്ക് കാലക്രമത്തിൽ അതിനൊരു മാറ്റം ഉണ്ടാകട്ടെ. അതിലേക്ക് നമുക്ക് പോകാൻ സാധിക്കും എന്ന ഈശ്വരനാമത്തിൽ ആഗ്രഹിക്കുന്നു.
എല്ലാവർക്കും നമസ്കാരം. മനോജ്, ഇത് ലീലയെടുത്തി പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് മനോജ് മുൻകൈ എടുത്തിട്ട് മാസത്തിൽ ഒരു ദിവസം ഹരിയേട്ടനെ കൊണ്ട് ഒറ്റ ദിവസം മതി, മാസത്തിൽ ഒരു ദിവസം TVSRC ഓസ്ട്രേലിയ ഗ്രൂപ്പിന് നാരായണീയ പഠനം എന്നുള്ള രീതിയിൽ ഹരിയേട്ടന് സമയമുള്ള ഒരു ദിവസം ഓസ്ട്രേലിയയിലുള്ള ആൾക്കാർക്ക് പങ്കെടുക്കാൻ പറ്റുന്ന രീതിയിൽ അവർക്ക് കൂടി അനുയോജ്യമായൊരു സമയത്തിൽ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് നന്നാവും. എല്ലാവർക്കും നമസ്കാരം. മനോജ്, പ്രത്യേക നന്ദി. ഇതൊരു നല്ലൊരു കൂട്ടായ്മ. നമ്മൾ ഇത്ര നല്ല ഒരു രീതിയിൽ പ്രസന്റ് ചെയ്യുന്നു, ഇതുപോലെ ചെയ്യാൻ പറ്റും എന്നും മനസ്സിലായി. മനോജ് വളരെ നഴ്സിയുടെ ഇങ്ങനത്തെയുള്ള ഓരോ ഇനീഷ്യേറ്റീവ്സ് ആണല്ലോ നമുക്ക് എല്ലാവർക്കും കൂട്ടായി വന്ന് സംസാരിക്കാനും എന്തെങ്കിലും ഒരു കോമൺ വിഷയത്തിൽ സംസാരിക്കാനും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യാനും ഒരു അവസരമല്ലേ, അത് വലിയൊരു കാര്യം തന്നെയാണ്. പിന്നെ ഇത്ര അനവധി ആളുകളെയും പരിചയപ്പെടാനും അവരുടെ മനസ്സിലുള്ള കാര്യങ്ങളും മനസ്സിലാക്കാനും കഴിയുക എന്ന് പറഞ്ഞാൽ വലിയൊരു ഇതാണ്. പ്രത്യേകിച്ച് വൈശാഖ മാസത്തിനെ കുറിച്ച് ആദ്യം പറഞ്ഞപ്പോൾ തന്നെ അധികം കേമായിട്ടൊന്നും നമ്മൾ തന്നെ വലിയ ഇതായിട്ടൊന്നും ആചരിച്ചിരുന്നില്ല. അപ്പോൾ അതിനെക്കുറിച്ചുള്ള കഥകളും അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഒരു ബേസിക്സും ഇപ്പോഴാണ് എല്ലാവർക്കും കിട്ടിയത്. എനിക്കും എൻ്റെ കേസാണെങ്കിലും കിട്ടിയത്. അപ്പോൾ ഇതൊരു വലിയൊരു തുടക്കം തന്നെയാണ്. ഇതിനെ മുന്നോട്ട് കൊണ്ടുപോവുക എല്ലാവരുടെയും കൂടി കൂട്ടായ ഒരു പ്രവർത്തനം കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. അതിൽ മനോജിൻ്റെ ഈ കോൺട്രിബ്യൂഷൻ വളരെ വാല്യബിൾ ആണ്, സംശയമില്ല. ഞാനും വലിയ ക്രമമായിട്ട് ഒന്നും പ്രിപ്പയർ ചെയ്തില്ല, പക്ഷേ എൻ്റെ അഭിപ്രായം തന്നെയാണ്. വൈശാഖ മാസം എന്ന് പറഞ്ഞാൽ ഒരു ഭഗവാന്റെ കൂടുതൽ അടുത്തറിയാനും അതുപോലെ മാധവ മാസം എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമായിട്ട് മനസ്സിലാക്കാനും കഴിയുമ്പോൾ അതിന് നമ്മൾ ആ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റിയ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങളാണെങ്കിലും കൂട്ടായ്മയോട് കൂടിയും സുഹൃത്തുക്കളോട് കൂടിയും അത് ചെയ്യുകയാണെങ്കിൽ അതിന് പ്രാധാന്യം ഏറെയാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ അതിനു വേണ്ടി TVSRC ചെയ്യുന്ന എല്ലാ ഇനിഷ്യേറ്റീവ്സിനും ഞാനും സപ്പോർട്ട് ചെയ്യണം. പ്രത്യേകിച്ച് വേറൊന്നും പറയാനില്ല. ഈ കൂട്ടായ്മയ്ക്കും ഈ സത്സംഗത്തിനും ഇതിൽ വന്നിരിക്കുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം. ഞാൻ രഘു ആറ്റുപുറത്ത്. ഞാൻ എറണാകുളം തൃപ്പൂണിത്തുറയാണ് സ്ഥലം, പക്ഷെ ഞാൻ ജോലിയുടെ ആവശ്യത്തിന് സ്വീഡനിലാണ് കഴിഞ്ഞ 12 വർഷമായിട്ട്. ഞാൻ ടാറ്റ കൺസൾട്ടിങ് സർവീസിൽ വർക്ക് ചെയ്യുന്നു, പ്രൈവറ്റ് കമ്പനി.